friends, welcome to another video. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കോവയ്ക്ക തീയൽ. വളരെ സ്വാദിഷ്ടമായ കോവയ്ക്ക തീയൽ. ഇത് മാത്രം മതി നിങ്ങൾക്ക് ഒരു പ്ലേറ്റ് ചോറുണ്ണാൻ. വെജിറ്റേറിയൻസ് ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ്. നമുക്ക് ആ കോവയ്ക്കയുടെ ടേസ്റ്റ് പോലും എത്തില്ല, അതിലൊക്കെ എന്തോ നമുക്ക് ഭയങ്കര ടേസ്റ്റ് വന്നൊരു ഡിഷാണ്. അപ്പോൾ എങ്ങനെയാണ് കോവയ്ക്ക തീയൽ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിവിടെ തീയൽ ഉണ്ടാക്കാൻ വേണ്ടി ഒരു 1/2 കിലോ കോവയ്ക്കാണ് എടുക്കുന്നത്. 1/2 കിലോ കോവയ്ക്ക നല്ല കനം കുറച്ച് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടാതെ ഒരു 250 ഗ്രാം കുഞ്ഞുള്ളിയും നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കനം കുറച്ച് അരിയണം, നമ്മൾ വറുത്ത് കോരുവാണ് ചെയ്യുന്നത് ഇതെല്ലാം. പിന്നെ ഒരു 2 പച്ചമുളകും കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പച്ചമുളകിൻ്റെ അളവ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച്. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്ത് നന്നായിട്ട് ചൂടായി കഴിയുമ്പം ഇതിനകത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്കയെ വറുത്ത് കോരിയെടുക്കുക. വറുത്ത് കോരുക എന്ന് പറഞ്ഞാൽ നന്നായി ഡ്രൈ ആയി നല്ല ബ്രൗൺ ആകുന്നവരെ അതിനകത്ത് ഒരുപാട് വെളിച്ചെണ്ണ ഒഴിക്കേണ്ട കാര്യമില്ല. നമ്മൾ തേങ്ങയ്ക്കകത്ത് നമ്മൾ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 1.5 ടേബിൾ സ്പൂൺ ഉപയോഗിക്കുക. അതിനകത്ത് ഈ ഉപയോഗിക്കുന്ന എണ്ണ വെച്ച് തന്നെ നമ്മൾ ബാക്കി കുഞ്ഞുള്ളി എല്ലാം വറുത്ത് കോരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് നന്നായിട്ട് ഒരു 6-8 മിനിറ്റ് എടുക്കും. നന്നായിട്ട് അത് ഉണങ്ങുന്നത് നല്ല ക്രിസ്പിയാണ്. നമുക്ക് പിടിച്ചു നോക്കിയായിരുന്നു നല്ല കൈ കൊണ്ട് പൊടിയത്തക്ക രീതിയിലാകുന്നവരെ നന്നായിട്ട് അതിനെ വറുത്ത് കോരിയെടുക്കുക. ഇപ്പം നമുക്ക് കാണാം നമ്മളുടെ കോവയ്ക്ക നന്നായിട്ട് വറന്നിട്ടുണ്ട്. വറന്നിട്ട് നല്ല ഉണങ്ങി നല്ല ക്രിസ്പി പിടിച്ചു നോക്കിയാൽ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. അതിനുശേഷം അതിനെ കോരി മാറ്റി പാത്രത്തിൽ വെച്ചതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കുഞ്ഞുള്ളി, സ്ലൈസ് വെച്ചിട്ടുള്ള കുഞ്ഞുള്ളി ആ എണ്ണയ്ക്കകത്ത് തന്നെ ഇട്ട് അതും ഒരു 3-4-5 മിനിറ്റ് എടുക്കും. നന്നായിട്ട് നമുക്കറിയാം എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ എണ്ണയ്ക്കകത്ത് കോരി എടുക്കുകയല്ല, എണ്ണയ്ക്കകത്ത് നന്നായിട്ട് ഇളക്കി, അല്ലെങ്കിൽ കരിഞ്ഞു ഒരു സൈഡിൽ കിടന്നിട്ട് കരിഞ്ഞു നന്നായിട്ട് ഇളക്കി അതിനെ വറുത്ത് മാറി. അതിനൊരു 4-5 മിനിറ്റ് എടുക്കും. വറുത്ത് കോരി മാറ്റി അതും എടുക്കുക. ഇപ്പം നമ്മുടെ കുഞ്ഞുള്ളി നന്നായിട്ട് വറന്നിട്ടുണ്ട്. ആ വറന്നതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. എന്നിട്ട് വേറൊരു പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് ഞാനിപ്പോൾ 1/2 കിലോ കോവയ്ക്കായ്ക്ക് ഒരു തേങ്ങയാണ് എടുക്കുന്നത്. ഒരു തേങ്ങ കഴന്നൊന്നും പോകാതെ, കഴന്ന് പോകാന്ന് വെച്ചാൽ വലിയ പീസായിട്ട് വീഴുക, നമ്മൾ യൂണിഫോമായിട്ട് അതിനെ വറുത്തെടുക്കണം. അപ്പം അത് വലുതായിട്ട് കഴന്നൊന്നും പോകാതെ നന്നായിട്ട് തിരുമിയ തേങ്ങ ഇട്ടതിന് ശേഷം അതിനൊന്ന് ചൂടായി കഴിയുമ്പോൾ ശകലം കോക്കനട്ട് ഓയിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. നല്ല വെളിച്ചെണ്ണയുള്ള തേങ്ങയാണെന്നുണ്ടെങ്കിൽ കോക്കനട്ട് ഓയിലിൻ്റെ ആവശ്യമില്ല. എനിക്ക് കിട്ടിയ തേങ്ങയ്ക്കകത്ത് ഇച്ചിരി വെളിച്ചെണ്ണ കുറവായിരുന്നു. ഞാൻ ശകലം കോക്കനട്ട് ഓയിലൂടെ ഒഴിച്ചു കൊടുത്ത് അതിനെ നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആകുന്നത്, കരിഞ്ഞു പോകരുത്. തേങ്ങ കരിഞ്ഞു കഴിഞ്ഞാൽ തീയൽ കഴിക്കും. അത് ഏത് തീയലാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ അത് തേങ്ങ കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ തീയൽ കഴിക്കും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇളക്കി കൊടുത്തൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ അതിനെ നന്നായിട്ട് വറുത്തെടുക്കുക. കാണാം നമ്മളുടെ തേങ്ങ നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. അതിനകത്തേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1.5 ടീസ്പൂൺ മുളക് പൊടിയുടെ മല്ലിപ്പൊടി നിങ്ങളുടെ സ്പൈസിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അതും കൂടി ഇട്ട് നന്നായിട്ട് വറുത്ത് കോരി അതിനെ തണുക്കാൻ മാറ്റി വയ്ക്കുക. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പം നിങ്ങൾ കണ്ടു ആ നന്നായിട്ട് ഉണങ്ങിയ വറുത്ത് കോരിയ കുഞ്ഞുള്ളിക്കകത്തേക്ക് നമ്മൾ അതിനകത്ത് വറുത്ത് കോരി വെച്ചിരുന്ന കോവയ്ക്കയും കൂടെ ഇട്ട് ആവശ്യത്തിനുള്ള വെള്ളവും, പിന്നെ ഇതിനകത്ത് കുറച്ച് പിഴിപുളി ചേർക്കണം. പിഴിപുളി എന്ന് വെച്ചാൽ വാളംപുളി എന്നൊക്കെ ആൾക്കാർ പറയും. നാട്ടിൽ പല സ്ഥലങ്ങളിൽ പല പേരിലാണ് ഇതിന് അറിയപ്പെടുന്നത്. അതും കൂടെ പുളിയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടം. പുളി എന്തോരം ചേർക്കണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടം. പുളി ചേർക്കണം, പുളി വേണം, തീയലിനൊരു ശകലം പുളി വേണം. ആ പുളിയുടെ ചേർത്ത് ആവശ്യമുള്ള വെള്ളവും ഒഴിച്ച് ഇതിനെ ഒരു 2-3 മിനിറ്റ് കുക്ക് ചെയ്യുക. നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിട്ട് പുളിയും വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം അതിനെ ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക.
ഇപ്പോൾ നമ്മളുടെ കോവയ്ക്കായും കുഞ്ഞുള്ളി വറുത്തതും ഉപ്പും നമ്മളുടെ പിഴിപുളി ഒഴിച്ചതും എല്ലാം കൂടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ അരച്ചു വെച്ചിരുന്ന തേങ്ങായും കൊറിയാണ്ടർ പൗഡറും ചില്ലി പൗഡറും എല്ലാം കൂടെ നന്നായിട്ടൊരു പേസ്റ്റായിട്ട് അതിനെ അരച്ചതിന് ശേഷം അതിനകത്തേക്ക് ചേർക്കുക. നന്നായിട്ട് അരയണം, തീയലിനായിട്ട് നന്നായിട്ട് അരയണം. എന്നിട്ട് അതിനെ ഒരു 3-4 മിനിറ്റ് വീണ്ടും കുക്ക് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് യോജിച്ചോട്ടെ എല്ലാം കൂടെ, നമ്മുടെ മസാലകളും നമ്മളുടെ തേങ്ങ അരച്ചതും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിക്കുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കുക്ക് ചെയ്തെടുക്കുക. ഇപ്പം നമുക്ക് കാണാം നമ്മളുടെ തീയൽ കോവയ്ക്കയും കുഞ്ഞുള്ളി വറുത്തതും നമ്മളുടെ മസാലകളും അതിൻ്റെ കൂടെ വറുത്തരച്ച തേങ്ങയും പുളിയും എല്ലാം കൂടെ ചേർന്ന് നല്ല കൺസിസ്റ്റൻസ് ആയിട്ട് നല്ല തിക്കായി വന്നിട്ട് എല്ലാം കൂടെ വെന്ത് ചേർന്ന കുഞ്ഞുള്ളിയുടെ എല്ലാം കൊഴുപ്പെല്ലാം കിട്ടി നല്ല വെന്ത് ചേർന്ന് വെളിച്ചെണ്ണ തെളിയും. നമുക്കറിയാം അത് ഇളക്കി വരുമ്പോൾ തന്നെ നമുക്കറിയാം വെളിച്ചെണ്ണ തെളിഞ്ഞു വരുന്നൊരു ടൈമുണ്ട്. നമ്മൾ ഈ തേങ്ങയ്ക്കകത്ത് വെളിച്ചെണ്ണയും നമ്മൾ ചേർത്ത വെളിച്ചെണ്ണ എല്ലാം തെളിഞ്ഞു കഴിയുമ്പോൾ ഞങ്ങൾ കടുക് വറുത്ത് ഒഴിക്കുക. കടുക് വറുത്ത് ഒഴിക്കുന്നതിന് നമ്മൾ കുറച്ച് കറിവേപ്പിലയും ഉണക്കമുളകും ശക്കലം വെളിച്ചെണ്ണ ചേർത്താൽ ഓൾറെഡി നമ്മൾ വെളിച്ചെണ്ണ പല സെക്ഷനായിട്ട് ചേർത്തിട്ടുണ്ട്. ഒരുപാട് വെളിച്ചെണ്ണയുടെ ആവശ്യമില്ല. ഇതെല്ലാം ചേർത്ത് കടുക് വറുത്തെടുത്ത് കഴിഞ്ഞാൽ സ്വാദിഷ്ടമായ കോവയ്ക്ക തീയൽ നല്ല ടേസ്റ്റാണ്. ഇത് മാത്രം മതി നമുക്കൊരു പ്ലേറ്റ് ഭക്ഷണം കഴിക്കാൻ. വെജിറ്റേറിയൻസ് ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഡിഷാണ്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ബെൽ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു വെരി മച്ച്.